ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങളോടുള്ള അവർ മറച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി ഇത് റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക, വിട്ടേക്കുക. അതുപോലെ തന്നെ ഈ റീഡിംഗ് നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ റീഡിങ്ങിന് കാർഡുകൾ എടുക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് പോസിറ്റീവായിട്ടുണ്ടായിരുന്ന നിമിഷങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മളിവിടെ നോക്കുന്നത് ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ്? നിങ്ങളിൽ നിന്ന് അവർ മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെ ഫീലിങ്സ് ആണ് അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്, ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ഹിഡൻ ഫീലിങ്സ് എന്തൊക്കെയാണ്? ഓക്കെ അപ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് വാൻഡ്സ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ നിങ്ങളിൽ കൂടുതൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ കൂടുതൽ പേരും ഈ ഒരു സമയത്ത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിൽ ഉള്ളതുപോലെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകുന്നു എന്ന് കാണുന്നുണ്ട്. അതായത് അവരൊത്തിരി വിഷമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം അവരുടെ ലൈഫിൽ അവർ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവരിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ കൂടി ആയപ്പോൾ അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തുള്ള ഒരു വേദനയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ലൈഫ് പൂർണ്ണമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല, മൊത്തത്തിൽ ഫുൾഫിൽമെന്റ് അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അവർക്കുള്ളത് ഇത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു റീബർത്ത് ഉണ്ടാകണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഈ ഒരു സമയമാണ് ഈ ഇത്തരത്തിലുള്ള ഫീലിങ്സ് മാത്രമാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ഡിപ്രഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന, വിഷമത്തിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടിട്ട് അവർ ആ ഒരു സ്ട്രഗിളും കൂടി ഇവർക്ക് വരുമ്പോൾ അവരെ വല്ലാതെ ഇതെല്ലാം കൂടി ഈ വ്യക്തിനെ തളർത്തിക്കളയുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ്സ് തരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ്സ് തരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുള്ള ഒരു സങ്കടം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഒത്തിരി ചാൻസുകൾ ഉണ്ടായിരുന്നു അവർക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനും നിങ്ങളുടെ കൂടെ ആയിരിക്കാനും ഒക്കെയുള്ള ചാൻസുകൾ ഉണ്ടായിരുന്ന സമയത്ത് അവരത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. പക്ഷെ ഇപ്പൊ അവർക്ക് അതിന് പറ്റിയ ഒരു സാഹചര്യമല്ല. അവർ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയി കഴിയുന്നത്. അപ്പം ആ സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയങ്ങളൊക്കെ ഓർത്ത് അവർ വിഷമിക്കുകയാണ്. ഒരു സങ്കടം അവരെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അത്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം ഈ തേർഡ് പാർട്ടി ആരായിരുന്നാലും, ഇത് പേഴ്സൺ ആയിരുന്നാലും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരുന്നാലും, ഈ വ്യക്തിയെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തിരികെ കൊണ്ടുപോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ
എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു സമയത്ത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്രസൻസ് എപ്പോഴും അവരുടെ ലൈഫിൽ വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ എപ്പോഴും അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ മൊത്തത്തിൽ ഒരു ശൂന്യതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഡാർക്ക്നെസ് ആണ് ഇപ്പോൾ ഉള്ളത്. മേ ബി നിങ്ങളാണ് അവരുടെ ലൈഫിലെ വെളിച്ചം എന്നവർ ഈ ഒരു സമയത്ത് ഒരുപാട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പൊ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഇരുട്ട് ബാധിച്ച ഒരു സാഹചര്യമാണ്. നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ പേരും ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങളും ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം എന്ന ഒരു ആഗ്രഹമുണ്ട്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒപ്പം ഉണ്ടാകണം. അവരുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഒരു ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ട് എപ്പോഴും നിങ്ങൾ ലൈഫിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു നമുക്ക്. അതാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഈ വ്യക്തി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ വ്യക്തി സ്പിരിച്വൽ പരമായ രീതിയിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ഒത്തിരി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങളോടൊരു സെലിബ്രേഷൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്നേഹവുമായിട്ട് അവർ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കൂടുതൽ സ്ട്രഗിൾസിലൂടെയൊക്കെ ഈ വ്യക്തി കടന്നു പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നു. അതുപോലെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റും. അതൊരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ ആയിരിക്കാം. അതും നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളൊപ്പം ഉണ്ടാകണമെന്നും അവരുടെ ഇനി ഒരു വിഷമത്തിൽ കൂടിയും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്നും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്ത് മെസ്സേജസ് ആണ് ഈ ഒരു സമയത്ത്, എന്ത് സോൾ മെസ്സേജസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? അതാണ് നമ്മളിവിടെ നോക്കുന്നത്. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്താണ്? എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. യെസ്, നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് അവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് അവർ വല്ലാതെ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. സെക്കൻഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് യു ആർ മൈ സോൾ. യെസ്, നിങ്ങളാണ് അവരുടെ ആത്മാവ് എന്ന് അവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു. ഐ മിസ് യു വെരി ബാഡ്ലി. യെസ്, അവർക്ക് ഭയങ്കര മിസ് ഫീലിംഗ് ഉള്ളതായിട്ട് കാണുന്നു. അവർ വളരെയധികം നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. ഇതാണ് മെസ്സേജിലൂടെയും കിട്ടിയിരിക്കുന്നത്. ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. യെസ്, അവരെന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു സിറ്റുവേഷന് പുറത്ത് അവർ പറഞ്ഞു പോയതാണ്. ആ വാക്കുകളൊക്കെ തിരിച്ചെടുക്കാൻ അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുകയായിരുന്നു. തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ്, പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി. യെസ്, ആ ഒരു നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റുകളും മറ്റുമൊക്കെ നടന്നിട്ടുണ്ടാകാം. അപ്പോൾ ആ സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിൽ പല സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ ഒരു സമയത്ത് നിങ്ങളോട് പറഞ്ഞ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച വാക്കുകൾ അവർ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചെടുക്കാനും അതുപോലെ തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കാനും ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുകയാണ്. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. അങ്ങനെ ക്ഷമയൊക്കെ ചോദിച്ച് നിങ്ങളിലേക്ക് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് തരാനായിട്ട്, നിങ്ങൾക്ക് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഇനി ഒരു കമ്മിറ്റ്മെന്റ്സ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു കമ്മിറ്റ്മെന്റ്സ് നിങ്ങൾക്ക് തരാനായിട്ട് അവർക്ക് പറ്റിയില്ല എന്ന് നമ്മൾ ഓൾറെഡി റീഡിങ്ങിൽ കണ്ടു. അതുകൊണ്ട് തന്നെ ഇനി ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യുകയാണ് അവരിപ്പോൾ നിങ്ങളോട് ഓഫർ ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ്. അപ്പോൾ നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് ജസ്റ്റ് ഒന്ന് എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1988 എന്ന് പറയുന്ന ഒരു വർഷമാണ്. വൈറ്റ് ബട്ടർഫ്ലൈസ്. യെസ്, ഈ ഒരു സമയത്ത് നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈ സൈൻസ് ഒക്കെ കാണുന്നുണ്ടാകാം. നമ്പർ 4 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബ്ലൂ കളർ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണ് ഒത്തിരി ഇഷ്ടമുള്ള കളറായിരിക്കാം ബ്ലൂ കളർ. അതുപോലെ ഡിസംബർ മന്ത് എന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 months. യെസ്, 2 months എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 31 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ വൈറ്റ് കളേഴ്സ് ഒക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ വൈറ്റ് കളർ കാണുന്നുണ്ടായിരിക്കാം, വൈറ്റ് ഫെദേഴ്സ് ഒക്കെ കാണുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു ജില്ല നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്.
നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ളവരാണെന്ന് വിചാരിക്കുകയാണ്. 25 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 1980 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ L നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ഒക്കെ ആകാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. 1988 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 9 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. യെസ് പോസിബിൾ. ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ഒരു റീയൂണിയൻ വേണം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം യെസ് പോസിബിൾ ആണ് എന്ന് നമുക്ക് ഈ ഒരു ഹിന്റ് വഴി ലഭിച്ചിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയുമായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ ഉണ്ടാകാം എന്ന് വിചാരിക്കുകയാണ്. റെയിൻബോ സയൻസ് നമുക്കിവിടെ ബട്ടർഫ്ലൈ സയൻസ് കിട്ടിയിട്ടുണ്ട്, വൈറ്റ് കളർ കിട്ടി, റെയിൻബോ സയൻസ് കിട്ടി. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു എന്നതിന്റെ ഒരു, അതായത് പെട്ടെന്ന് തന്നെ നടക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു സയൻസ് ആയിട്ട് ഇതൊക്കെ നമുക്ക് കരുതാവുന്നതാണ്. 1982 എന്ന് പറയുന്ന ഒരു വർഷമാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ക്ലൂ. അപ്പൊ ഇത്ര ക്ലൂസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.